അജ്മീറിൽ നിന്ന് ഇറങ്ങി. ഇന്നലെയായിരുന്നു അജ്മീറിലുണ്ടായിരുന്നത്. അജ്മീറിൽ നിന്ന് രാത്രി അവിടുന്ന് ഭക്ഷണം കഴിച്ചൊക്കെ അവിടുന്നല്ല, അവിടുത്തെ ടൗണിൽ നിന്ന് ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് നമ്മൾ ഇറങ്ങി. പിന്നെ നേരെ ഗുജറാത്തിലേക്കാണ് പോകുന്നത്. അങ്ങനെ ഗുജറാത്തിലേക്ക് പോരുന്ന വഴിയിൽ നമ്മൾ ഗുജറാത്തിൻ്റെ ബോർഡറിൽ എത്താൻ നേരത്ത് നമ്മൾ റൂമെടുത്ത് താമസിച്ച്, ഇവിടെ ആയിരുന്നു റൂമെടുത്ത് താമസിച്ച്. ഒരു ഹോട്ടലും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. മെയിൻ ഹൈവേ ആണ് ഗുജറാത്ത് ടു രാജസ്ഥാൻ ടു ഗുജറാത്ത് പോകുന്ന അഹമ്മദാബാദ് പോകുന്ന മെയിൻ ഹൈവേ ആണത്. അങ്ങനെ ഇനി ഭക്ഷണം കഴിച്ച് നമ്മൾ വണ്ടിയും കാര്യങ്ങളൊക്കെ റെഡിയായി. അപ്പോൾ ഇനി നേരെ ഗുജറാത്തിലേക്ക് പോവാണ്. ഗുജറാത്തിലേക്ക് എന്ന് പറഞ്ഞാൽ അവിടെ നിന്ന് അങ്ങനെ ഞങ്ങൾ നാട്ടിലേക്കുള്ള യാത്രയിലാണ്. ഗുജറാത്ത് ടു പിന്നെ മഹാരാഷ്ട്ര ടു ഗോവ, പിന്നെ കർണാടക, പിന്നെ കേരളം. അങ്ങനെയാണ് ഉള്ളത് നമ്മളെ പ്ലാനിങ്. അപ്പോൾ നമ്മളെന്തായാലും യാത്ര തിരിക്കുകയാണ്. ഇന്നത്തെ യാത്ര ഗുജറാത്തിലേക്ക്. അങ്ങനെ ഞങ്ങൾ രാജസ്ഥാനിൽ നിന്നും ഗുജറാത്ത് ബോർഡർ കിടക്കുകയാണ്. ഇവിടെ നല്ല ചെക്കിങ്ങും കാര്യം ഉണ്ട്. ഇതിന് വണ്ടി ഫുള്ളായിട്ട് ചെക്ക് ചെയ്തു. അവർക്ക് ഈ പഴയ ചിക്കൻ കറിയും നമ്മൾ മിഞ്ഞാന്ന് ഉണ്ടാക്കിയ 2-3 ദിവസം മുന്നേ ഉണ്ടാക്കിയ ചിക്കൻ കറിയൊക്കെ ഉണ്ട്. അതൊക്കെയാണ് അവർക്ക് കിട്ടിയത്. അതുകൊണ്ട് പിന്നെ ഓല് അത് മണത്തപ്പോൾ ഓടി കഴിച്ചിലായിക്കണേ. വണ്ടി ഫുള്ള് അരിച്ച് പെരക്കി. എന്ത് കിട്ടാനും കുറേ ആപ്പിൾ ഉണ്ട് ഇതിന്. പിന്നെ നമ്മളെ മറ്റേ സ്പെഷ്യൽ കിലോന് 35 രൂപയൊക്കെ വാങ്ങിയ ആ ഫ്രൂട്ട് ഉണ്ട് ഇതിന്. അല്ലാതെ വേറെ പ്രത്യേകിച്ചൊന്നുമില്ല. നല്ല ചെക്കിങ്ങും കാര്യം തന്നെയാണ്. അപ്പോൾ നമ്മളിനി ഇവിടുന്ന് നേരെ ഗുജറാത്ത് ബോർഡറാണ് ഇപ്പോൾ ഉള്ളത്. ഗുജറാത്ത് ബോർഡറിൽ നിന്ന് നേരെ അഹമ്മദാബാദ് വഴി ബറോഡ അവയിൽ പോയിട്ടാണ് നമ്മൾ സ്റ്റാച്യു ഓഫ് യൂണിറ്റി, അതായത് സർദാർ വല്ലഭായ് പട്ടേലിൻ്റെ ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ സ്റ്റാച്യു, അത് കാണാനാണ് പോകുന്നത്. അവിടേക്ക് ഇവിടുന്ന് ഒരു 350 കിലോമീറ്റർ ദൂരമുണ്ട്. എപ്പോൾ എത്തും എന്നുള്ള അറിയില്ല. ഭക്ഷണം കാര്യങ്ങളൊക്കെ കഴിച്ച് അങ്ങനെ പോകുമ്പോഴേക്ക് എന്തായാലും വൈകുന്നേരമാവും. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ പ്ലാനിങ്ങും കാര്യങ്ങളൊക്കെ ചേഞ്ച് വരും. എന്തായാലും യാത്ര തുടരുകയാണ്. നമ്മൾ ബാഗും കാര്യങ്ങളൊക്കെ അയക്കേണ്ടി വന്നിരുന്നു. അപ്പോൾ അതൊക്കെ വീണ്ടും കെട്ടി. അപ്പോൾ നമ്മൾ യാത്ര തുടരുകയാണ്. ഓക്കെ, അങ്ങനെ ചെക്കിങ്ങും കാര്യങ്ങളും കഴിഞ്ഞു. സത്യം പറഞ്ഞാൽ ഒരു വണ്ടിൻ്റെ ഉള്ളിലും ബാഗത്തെ ഡിക്കും കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്യണുള്ളൂ. നമ്മളെ കറക്റ്റ് സ്ഥലം നമ്മളെ വണ്ടിൻ്റെ മേലെ ഉണ്ടായിട്ട് എന്താ അറിയാം. അങ്ങനെ പിന്നെ മേലെ ബാഗും കാര്യങ്ങളൊന്നും അവര് ചെക്ക് ചെയ്യുന്നൊന്നുമില്ല. ഒന്നും ഉണ്ടായിട്ടൊന്നുമല്ല. ഒരു മണ്ടത്തരം പരിപാടികൾ അവര് അന്യ സംസ്ഥാന വണ്ടികൾ മാത്രമേ ചെക്ക് ചെയ്യണുള്ളൂ കേട്ടോ. അവിടെ ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ ഇപ്പൊ ഇവിടുത്തെ വണ്ടിക്കാർക്ക് തന്നെ എന്തെങ്കിലും കടത്തിക്കൂടെ. എന്തായാലും നമ്മള് യാത്ര തുടരുന്നതോടെ ഇരിക്കുകയാണ്. വീഡിയോസ് കൂടുതൽ കാഴ്ചകളൊന്നും കാണിക്കാത്ത ഒരേ കാഴ്ചകളാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇന്ന പറമ്പിലൂടെ ഒരു ഹൈവേ പോകുന്നത്. അതിലൂടെയുള്ള കാഴ്ച ഒന്നും കാണാനില്ല, പ്രത്യേകിച്ചൊന്നും കാണാനില്ല. പിന്നെ പ്രത്യേകിച്ച് രാജസ്ഥാനാണ്. നല്ല ഒഴിഞ്ഞ സ്ഥലങ്ങളും നല്ല ചൂടും മരുഭൂമി പോലുള്ള സ്ഥലങ്ങളും. ചില ഭാഗത്ത് നല്ല പച്ചപ്പ് കാര്യങ്ങളുണ്ടെങ്കിലും ചില ഭാഗത്ത് ഒഴിഞ്ഞ ഡ്രൈ ആയിട്ടുള്ള ലാൻഡുകളാണ്. എന്തായാലും യാത്ര തുടർന്നുകൊണ്ടേ ഇരിക്കുകയാണ്. ഇനി നേരെ ഗുജറാത്തിലേക്ക്. സ്റ്റാച്യു ഓഫ് യൂണിറ്റി, അതായത് സർദാർ വല്ലഭായ് പട്ടേലിന്റെ ഒരു സ്റ്റാച്യു. ലോകത്തിൽ തന്നെ ഏറ്റവും ഉയരം കൂടിയ സ്റ്റാച്യു ആണ്. അത് 1ാം സ്ഥാനത്ത് തന്നെയാണ് നിൽക്കുന്നത്. അതിന്റെ അടുത്തേക്കാണ് ഇപ്പോൾ നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. വഡോദരയിൽ നിന്ന് കുറച്ച് അകലെ സ്ഥിതി ചെയ്യുന്ന സ്ഥലമാണ്. സരോവർ ഡാമിലാണ് അതിന്റെ സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ അതിന്റെ അടുത്തേക്ക് നമ്മൾ എത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇതാ ഇവിടെ നിന്ന് തന്നെ മെയിൻ റോഡിൽ നിന്ന് തന്നെ സംഭവം കാണാൻ കഴിയും. അതോ ആ കണ്ടുകൊണ്ടിരിക്കുന്ന അതാണ് സർദാർ വല്ലഭായ് പട്ടേലിന്റെ പ്രതിഭ.
സ്റ്റാച്യു ഓഫ് യൂണിറ്റി എന്നറിയപ്പെടുന്നത്. അങ്ങനെ ടിക്കറ്റൊക്കെ എടുത്തു. ആകെ ഇവിടെ ലിമിറ്റുണ്ട് ആളുകൾക്ക് എൻട്രൻസിനുള്ള. ഓൺലൈനായിട്ടാണ് ടിക്കറ്റ് ഉള്ളത്. അപ്പോൾ ഇവിടുന്ന് ഇപ്പോൾ തൽക്കാലം ഞങ്ങൾക്ക് ഒരാൾ എടുത്തു തന്നിട്ടുണ്ട്. പിന്നെ അതേപോലെ വണ്ടി കുറേ അവിടെ പാർക്ക് ചെയ്തിട്ട് ഇങ്ങോട്ട് ബസ്സിന് കയറി വരണം. ഇവിടുത്തെ ഒരു ടൂറിസം അട്രാക്ഷൻ ആയിട്ടുള്ള കാര്യങ്ങളാണ്. എന്തായാലും സംഭവം ഉഷാറാണ്. സമയം 5:30 6 മണി വരെ എൻട്രൻസ് ഉള്ളൂ. അതിൻ്റെ ഓട്ടത്തിലാണ്. കയറാൻ പറ്റുമോ ഇല്ല എന്നുള്ളത് നോക്കട്ടെ. ടിക്കറ്റൊക്കെ തൽക്കാലം കിട്ടിയിട്ടുണ്ട്. എന്തായാലും പോയി നോക്കാം അതിൻ്റെ അടുത്തേക്ക്. അങ്ങനെ എൻട്രി ചെയ്തിരിക്കുകയാണ്. ക്ലോസിങ് ആയിട്ടില്ല, ക്ലോസിങ് ആവാനാവുന്നുള്ളൂ. എന്തോ ഭാഗ്യത്തിന് കിട്ടിയതാണ് കേട്ടോ. കാക്കക്ക് കയറാൻ പറ്റിയിട്ടില്ല, 3 ടിക്കറ്റ് ഉള്ളായിരുന്നു. എന്തായാലും തൽക്കാലം നമ്മൾ അതുകൊണ്ട് കൂടുതൽ നേരം ഇവിടെ സ്പെൻഡ് ചെയ്യണില്ല. കാക്ക അവിടെ ഒറ്റയ്ക്ക് ആയതുകൊണ്ടേ നമ്മൾ വേഗം ജസ്റ്റ് കണ്ടിട്ട് കാഴ്ചകൾ കണ്ടിട്ട് വേഗം ഇവിടെ നിന്ന് ഇറങ്ങാം. ഇതേപോലെ പന്തലൊക്കെ ഇട്ടിട്ട് നല്ല അടിപൊളിയായിട്ട് ഡ്രസ് വർക്കൊക്കെ ചെയ്ത് നല്ലൊരു പാത തന്നെ ഒരുക്കിയിട്ടുണ്ട്. അതിൻ്റെ അടുത്തേക്ക് പോകാൻ തന്നെ 1 കിലോമീറ്ററിൻ്റെ അടുത്ത്, കിലോമീറ്ററിലേറെ ഉണ്ട് തോന്നുന്നു, ദൂരമുണ്ട്. എന്തായാലും അങ്ങോട്ട് നടന്നു പോവാം. സവാദുണ്ട്, റഹ്മാനുണ്ട്. മീറ്റർ ഉയരത്തിൽ സ്റ്റേ ചെയ്യുന്ന പ്രതിമയാണിത്. 182 മീറ്ററാണ് ഇതിൻ്റെ ഉയരം. ഇന്ത്യ ലോകത്തിൽ തന്നെ ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്ന സ്റ്റാറ്റ്യൂയിൽപ്പെട്ട ഒന്നാണിത്. ലോകത്തിൽ തന്നെ ഒന്നാമതാണ് കേട്ടോ. സർദാർ വല്ലഭായ് പട്ടേലിൻ്റെ സ്റ്റാറ്റ്യൂ ഗുജറാത്തിലാണ് സ്ഥിതി ചെയ്യുന്നത്. എല്ലാവർക്കും അറിയുന്ന വിചാരിക്കും. 2500 കോടി രൂപയാണ് ഇതിൻ്റെ നിർമ്മാണ ചെലവ്. ലാർസൻ ആൻഡ് ടർബോ L&T കമ്പനിയാണ് ഇതിൻ്റെ കൺസ്ട്രക്ഷൻ വർക്ക് ചെയ്തിട്ടുള്ളത്. സംഭവം അടിപൊളിയാണ്. അന്ന് കണ്ടിരിക്കേണ്ട ഒരു സംഭവം തന്നെയാണ് എല്ലാവരും. അങ്ങനെ നമ്മൾ അതിൻ്റെ അടുത്തേക്ക് എത്തിയിരിക്കുകയാണ്. തൊട്ടടുത്തേക്ക് നല്ല ഹൈറ്റ് ഉണ്ട് കേട്ടോ. നമ്മൾ ദൂരെ തന്നെ ഇത് കാണാൻ തുടങ്ങും. നമ്മൾ ഇങ്ങോട്ട് വരുന്ന വഴിയിൽ തന്നെ സംഭവം കണ്ടു തുടങ്ങാം. നല്ല അടിപൊളിയായിട്ട്. ഇതിൻ്റെ മുകളിലേക്ക് അടുത്തേക്ക് പോകാൻ നമുക്ക് എസ്കലേറ്ററും കാര്യങ്ങളൊക്കെ സൗകര്യമുണ്ട്. അതുകൊണ്ട് പ്രായമായവർക്കും എല്ലാവർക്കൊക്കെ വരുന്നതിന് ബുദ്ധിമുട്ടൊന്നുമില്ല. അത്ര ദൂരം നടന്നു വരുന്നതിന് പ്രശ്നങ്ങളൊന്നുമില്ല. സ്റ്റെപ്പ് കയറി പോകേണ്ട ആവശ്യമൊന്നുമില്ല. സ്റ്റെപ്പ് ഇവിടെ വേറെ തന്നെ ഉണ്ട്. പിന്നെ എസ്കലേറ്റർ ആയിട്ടുള്ള കാര്യങ്ങളുണ്ട്. സംഭവങ്ങൾ അടുത്തേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. സംഭവം തന്നെടാ. ഇതിപ്പോൾ നമ്മൾ ചെരുപ്പിൻ്റെ തായ് ഭാഗമാണ്. എൻ്റെ ഹൈറ്റിലേറെ ഉണ്ട്. തന്നെ 6 അടിയിൽ മേലെ ഹൈറ്റ് ഉള്ളതാണ്. സംഭവം അടിപൊളിയാണ്. കാലിൻ്റെ അടിയിൽ കൂടിയാണ് ഇപ്പോൾ നടന്നുകൊണ്ട്. വേറെ മേലെ നോക്കണ്ട.
അതിന് സെപ്പറേറ്റ് ടിക്കറ്റും കാര്യങ്ങളും എടുക്കണം. വ്യൂ ഗാലറി ഒക്കെ ഉണ്ട്. ഇതൊരു സരോവർ ഡാമിൻ്റെ, നർമ്മദ സരോവർ ഡാമിൻ്റെ ഫേസ് ചെയ്തിട്ടാണ് ഈ സ്റ്റാച്യു നിൽക്കുന്നത്. സംഭവം അടിപൊളിയാട്ടോ. ഇവിടെ നിന്ന് ഇതിൻ്റെ മേലുള്ള ഹെലികോപ്റ്റർ ഷോട്ടൊക്കെ കാണണം. വീഡിയോയിലുണ്ടാവും, നമ്മളിതിലല്ലെങ്കിലും യൂട്യൂബിൽ സെർച്ച് ചെയ്താൽ മതി. അപ്പോൾ ഇതിൻ്റെ നല്ല അടിപൊളി ഇതിൻ്റെ നിർമ്മാണ പ്രവർത്തനത്തിൻ്റെ വീഡിയോ ഒക്കെ യൂട്യൂബിലുണ്ട്. എല്ലാവർക്കും സ്റ്റാച്യു ഓഫ് യൂണിറ്റി എന്ന് സെർച്ച് ചെയ്തിട്ട് കൺസ്ട്രക്ഷൻ അതിൻ്റെ നോക്കിയാൽ മതി, സംഭവം കിട്ടും. ഒരുപാട് ആളുകളുണ്ട് ഇവിടെ. അങ്ങനെ സ്റ്റാച്യു ഓഫ് യൂണിറ്റി കണ്ടു. ഞങ്ങൾ അതിൻ്റെ അടുത്ത് കൂടുതൽ ചിലവഴിച്ചില്ല, കാരണം നമുക്ക് ആക്കുക അവിടെ പുറത്താണ്. അപ്പോൾ നമുക്ക് മാത്രം ടിക്കറ്റ് കിട്ടിയത്. അപ്പോൾ വേഗം കയറിയിട്ടൊന്ന് വീഡിയോസ് എടുക്കാമെന്നുള്ള രീതിയിലാണ് നമ്മൾ അങ്ങനെ ഇറങ്ങിയത്. എന്തായാലും പെട്ടെന്ന് നല്ല അടിപൊളിയാണ് സംഭവം കണ്ടു. നമ്മൾ നേരെ പോന്നു. നടക്കാൻ ബുദ്ധിമുട്ടുള്ളവർക്ക് ട്രാവലേറ്റർ ഉണ്ട്, പിന്നീട് നടക്കാം അതന്നെ. അപ്പോൾ എന്തായാലും ഞങ്ങൾ യാത്ര തിരിക്കുകയാണ്. ഇനി ഇവിടുന്ന് ഗുജറാത്തിൽ നിന്ന് നെക്സ്റ്റ് അടുത്ത് എങ്ങോട്ടാണെന്ന് തീരുമാനിച്ചിട്ടില്ല. സമയം ഇപ്പോൾ 6 മണി കഴിഞ്ഞു. ഇനി യാത്ര തിരിക്കാനുണ്ട്. അപ്പോൾ എന്തായാലും നാട്ടിലേക്കുള്ള വഴിയിൽ തന്നെയാണ് ഞങ്ങളുള്ളത്. ഓക്കെ, സീ യു.